ഹലോ ഫ്രണ്ട്സ്, മോങ് ഡിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഓൺലൈൻ മാർക്കറ്റിങ്ങിനൊക്കെ സഹായമാകുന്ന പോസ്റ്റേഴ്സും ബ്രൗഷേഴ്സും ഒക്കെ മറ്റാരുടെയും സഹായം കൂടാതെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. Pixellab ഓപ്പൺ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇമേജ് സൈസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിനൊരു കസ്റ്റം സൈസ് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ കൊടുക്കുന്ന സൈസ് 782x1280. ഈ ഒരു റേഷ്യോയിലാണ് നമ്മൾ പേജ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ അതിനകത്തൊരു ഡിഫോൾട്ടായിട്ടൊരു ടെക്സ്റ്റ് ലെയർ ഉണ്ടാവും. ആ ടെക്സ്റ്റ് ലെയറിൻ്റെ ആവശ്യം നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ശേഷം നമുക്കതിനകത്തേക്ക് ഒരു ഷേപ്പ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ മുകളിലുള്ള പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഓപ്ഷൻസ് കാണിക്കുക. അതിൽ ഷേപ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് കാണുന്നതാണ്. നമുക്ക് അതിൻ്റെ റേഡിയസ് അല്പം ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഏകദേശം ഒരു 69 റേഡിയസിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പൊസിഷനും ഷേപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള സൈസും ഷേപ്പൊക്കെ ആയതിനു ശേഷം നമ്മളത് ഓക്കെ അടിക്കുക. അതിനുശേഷം നമുക്കതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കളർ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാം. നമുക്ക് ഗ്രേഡിയൻ്റ് ആയിട്ടും എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കുക. അതിനുശേഷം നമുക്ക് അതിനൊരു സ്ട്രോക്ക് കൊടുക്കാവുന്നതാണ്. സ്ട്രോക്ക് സെലക്ട് ചെയ്യുക. അതിന് നമുക്കൊരു വൈറ്റ് സ്ട്രോക്ക് കൊടുക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. പക്ഷേ അതൊരു ഡിഫറെൻറ്റ് കളറായിട്ട് നിൽക്കുന്നതാണ്. ഒരു വൈറ്റ് സ്ട്രോക്ക് എടുത്തു. അത് ഏകദേശം ഒരു 5 വിഡ്ത്തിലാണ് നമ്മൾ സ്ട്രോക്ക് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ ഷേപ്പ് തന്നെ ഒന്നുകൂടി കോപ്പി എടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്ട്രോക്ക് ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെയറിൽ നമുക്ക് സ്ട്രോക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ സ്ട്രോക്ക് നമ്മൾ ഡിസേബിൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള കളറ് ഇതിനും ഒരു കളർ ചേഞ്ച് കൊടുക്കാം. ഈ കോപ്പി എടുത്ത ലെയറിന് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നമുക്ക് കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡാക്കി കൊടുത്തിട്ട് അതും സെലക്ട് ചെയ്യാം. അതും കറക്റ്റ് അതിനാവശ്യമായിട്ടുള്ള പൊസിഷൻ എവിടെയാണോ ആ പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഷേപ്പിലൊക്കെ കറക്റ്റായി എന്നുണ്ടെങ്കിൽ നമ്മളത് ഓക്കെ അടിക്കുക. അതിനുശേഷം നമുക്കിനി വീണ്ടും ഒരു ലെയർ കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു കോപ്പി കൂടി എടുക്കുകയാണ് സെയിം ലെയറിൻ്റെ. അതെടുത്ത് അതുപോലെ തന്നെ മുമ്പ് ചെയ്ത പോലെ തന്നെ മറ്റ് ലെയേഴ്സിൻ്റെ അകത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം അതിന് നമുക്ക് ആ ഒരു ലെയറിലാണ് നമുക്ക് ടെക്സ്ചർ കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കളർ ഡിസേബിൾ ചെയ്തിടുക. അതിനുശേഷം അതിൻ്റെ പൊസിഷനൊക്കെ ഒന്നുകൂടി സെറ്റ് ചെയ്യുക. ഷേപ്പും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം ഓക്കെ ആണോ എന്ന്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഇത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ചിലതിലൊക്കെ ആകുമ്പോഴത്തേക്ക് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ പൊസിഷനും സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് ജസ്റ്റ് ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് ഇതുപോലെ മൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണെങ്കിൽ ഓക്കെ എൻ്റർ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കതിലോട്ട് ടെക്സ്ചർ ആഡ് ചെയ്യാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമേജ് ആഡ് ചെയ്യാൻ നമ്മൾ ഗാലറിയിൽ നിന്ന് ഇമേജ് സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള പോർഷൻ നമ്മൾ ക്രോപ്പ് ചെയ്തെടുക്കുക. നമുക്കതിൽ കറക്റ്റ് ഫിറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമേജ് ക്രോപ്പ് ചെയ്തെടുക്കുന്നത്. അത് ഇനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഫില്ലായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് സൈസ് ഒന്നുകൂടി കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഉദ്ദേശിച്ചത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓക്കെ ടിക്ക് മാർക്ക് എൻ്റർ ചെയ്ത് ഓക്കെ അടിക്കുക. നമ്മൾ ഏകദേശം റെഡി ആയിട്ട് പിന്നെ നമുക്ക് അടുത്തൊരു ഷേപ്പ് എടുക്കുകയാണ്. നമ്മളൊരു സ്ക്വയർ ഷേപ്പ് സെലക്ട് ചെയ്യുക. പക്ഷേ അവിടെ ഒരു ചെറിയൊരു ഡിസൈൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അതിൽ നമ്മളൊരു ഡാർക്ക് ഷെയ്ഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആ ഒരു റൈറ്റ് സൈഡ് എൻഡിലായിട്ട് പ്ലേസ് ചെയ്തു. അതിൻ്റെ മുകളിലൂടെ ഒരു കളർ ചേഞ്ചിൽ ഒരു ഡിസൈൻ വർക്കിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ വേറെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യുകയാണ്. ഈ ട്രയാങ്കിൾ ഷേപ്പിന് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത കളറിനെക്കാട്ട് കുറച്ച് ചേഞ്ചുള്ള കളർ കൊടുക്കുക. എന്നിട്ട് ആ സ്ക്വയറിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ ഒരു ഷേപ്പിൻ്റെ ഒരു ഷെയ്ഡിങ് അവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഇതേപോലെ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പ്ലേസ് ചെയ്യാം, ഇഷ്ടമുള്ള ഷേപ്പുകൾ എടുക്കാം, കളറുകൾ എടുക്കാം. അതുപോലെ തന്നെ നമ്മളിനിയിപ്പോൾ താഴെ വശത്തും അതുപോലെ തന്നെ ഒരു ചെറിയ വർക്ക് ചെയ്യാനായിട്ടാണ്. അവിടെയും ഒരു സ്ക്വയർ ഷേപ്പ് സെലക്ട് ചെയ്തു, അതിന് ഒരു കളർ നമ്മളിനി സെലക്ട് ചെയ്യുന്നു. നമ്മൾ മുകളിൽ കൊടുത്ത 2 കളറിൽ ഏതെങ്കിലും ഒരു കളർ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു കളർ സെലക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു ട്രയാങ്കിൾ കൂടി നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. മുകളിലത്തെ ഏകദേശം അതേപോലെ തന്നെ ഒരു ഷേപ്പ് താഴെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെലക്ട് ചെയ്യുന്നത്. ഒരു ട്രയാങ്കിൾ ഷേപ്പ് എൻ്റർ ചെയ്യുകയാണ്. ആ ട്രയാങ്കിൾ ഷേപ്പിന് നമ്മൾ മുമ്പ് കൊടുത്ത 2ാമത്തെ കളർ ഇതിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിലും മുൻപ് പ്ലേസ് ചെയ്ത പോലെ തന്നെ ആ ഒരു സ്ക്വയറിൻ്റെ പകുതിക്ക് വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇനി ഒരു ഷേപ്പ് കൂടി എൻ്റർ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ വീണ്ടും ഷേപ്പ് സെലക്ട് ചെയ്ത് അതിനൊരു സ്ക്വയർ ഷേപ്പ് ക്ലിക്ക് ചെയ്യുകയാണ്. അതിന് നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കളർ കൊടുക്കാം. മുൻപ് സെലക്ട് ചെയ്തിട്ടുള്ളതിൽ നമ്മളൊരു സൈഡിലായിട്ട് തന്നെ സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി മൈൻഡ് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് റൈറ്റ് സൈഡിലായിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പായിട്ട് കാണുന്ന രീതിയിലാണ് അതിനെ സെറ്റ് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിനിയിപ്പോൾ അതിൻ്റെ മുകളിലൊരു ചെറിയൊരു ഡിസൈൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് ലെയറിൻ്റെ ഒരു ഇമേജ് എടുക്കുകയാണ്. അതിനകത്തുനിന്നൊരു ചെറിയ പോർഷൻ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ കിട്ടും. അത് നമ്മൾ ഇമേജ് ഇമ്പോർട്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വെച്ച ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് നമ്മൾ സെറ്റ് ചെയ്തല്ലോ, അതിൻ്റെ മുകളിൽ അതേ ഷേപ്പിൽ തന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുകയാണ്. അത് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഓപ്ഷനിൽ നിന്ന് ഇറേസ് കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇറേസ് കളർ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാൻ പറ്റും. അല്ല, അതിൻ്റെ ടോളറൻസ് കുറച്ച് കൂട്ടി കൊടുക്കുക. ടോളറൻസ് കൂട്ടുന്തോറും അത് കുറച്ച് ബ്ലെൻഡായി വരുന്ന കാണാൻ പറ്റും. ഒരു ഏകദേശം 46 ഒക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ചെറിയൊരു ഷെയ്ഡ് വർക്കായിട്ട് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരെണ്ണം നമുക്ക് സെറ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് അടുത്തായിട്ട് ഒരു ഷേപ്പ് കൂടി നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. ആ ഷേപ്പ് എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ റേഡിയസ് ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കാം. സൈഡ് ഒരു എഡ്ജ് ഒരു സെമി സർക്കിൾ കിട്ടുന്ന രീതിയിൽ അത് നമ്മൾ താഴെ കൊണ്ട് നമുക്ക് പ്ലേസ് ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് അതിൻ്റെ കളറ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്തുള്ള പോലെ തന്നെ അത് അതിൻ്റെ സെയിം കളറോ അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് ഓക്കെ അടിച്ചതിന് ശേഷം നമുക്കതിന് ചെറിയൊരു ഷാഡോ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് നമ്മൾ ഷാഡോ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്താൽ മതി. നമുക്ക് അധികം ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. ചെറിയൊരു ഷാഡോ കിട്ടിയാൽ മതി, ഒരു പ്രൊജക്ഷൻ അറിയാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇത് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ ലെയേഴ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യാം. നമ്മുടെ ലെയേഴ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം എല്ലാ ലെയേഴ്സും ആ ലോക്ക് ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. മറ്റൊന്നല്ല, നമ്മളിനി അടുത്ത വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നതിന് സ്ഥാനമാറ്റങ്ങളോ വേറെ ചേഞ്ചസോ ഒന്നും തന്നെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ലെയേഴ്സും ഒന്ന് ലോക്ക് ചെയ്ത് ഇടുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ലെയേഴ്സ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ മുകളിലുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഒരു ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ബോക്സ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് എന്താണോ അത് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ട് നൗ എന്നുള്ളൊരു വേർഡിങ്ങാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എൻ്റർ ചെയ്തു ഓക്കെ അടിച്ചു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് എവിടെയാണോ അവിടെ നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. അത് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോണ്ട് ഏതാണോ അത് നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്യുക. അതിപ്പോൾ നമുക്ക് പ്രീസെറ്റ് ഫോൺസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഫോൺസ് എടുക്കാം. ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തൊരു ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് കളർ ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താം, ഷേപ്പ് സൈസ് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ആ ലെയർ ഒരു സ്ഥലത്ത് വെച്ചു. ഇനി അടുത്ത ലെയർ എൻ്റർ ചെയ്യുകയാണ്. വീണ്ടും പ്ലസ് ബട്ടണിൽ ഞെക്കുമ്പോഴത്തേക്ക് അടുത്തൊരു ന്യൂ ടെക്സ്റ്റ് ലെയർ വന്നു. ആ ന്യൂ ടെക്സ്റ്റിൽ നമ്മൾ അടുത്ത ടെക്സ്റ്റ് ലെയർ എൻ്റർ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ കുറച്ചധികം ടെക്സ്റ്റ് ലെയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ന്യൂ ടെക്സ്റ്റ് വരുന്ന അതിലോട്ട് എൻ്റർ ചെയ്യുന്നു. അതിൻ്റെ ഫോണ്ടും കളറും സൈസും എല്ലാം ചേഞ്ച് ചെയ്യുന്നു, വേണ്ട പൊസിഷനുകളിൽ വെക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാം ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്പീഡ് ചെയ്ത് കാണിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ
എല്ലാം പ്ലേസ് ചെയ്ത് വെക്കുക. എല്ലാം സെയിം ഫോർമാറ്റ് ആയതുകൊണ്ടാണ് എടുത്ത് പ്രത്യേകം പറയാത്തത്. അതുതന്നെ മാക്സിമം നമ്മൾ ഓരോ ലെയറിൻ്റെ വർക്കും ചെയ്ത് കഴിയുമ്പോൾ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ലെയർ സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലതാണ്. വേറെ ഒന്നുമല്ല, മറ്റു വർക്കുകൾ ചെയ്യുമ്പോൾ അതിന് ഒരു സ്ഥാനമാറ്റം സംഭവിക്കാണ്ടിരിക്കാനായിട്ട് എപ്പോഴും ലോക്ക് ചെയ്ത് ഓരോ ലെയറും ലോക്ക് ചെയ്ത് പോകുന്നത് ബെറ്റർ ആയിരിക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ലെയേഴ്സ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ താഴെ കാണിച്ചിട്ടുള്ള അഡ്രസ്സിനും കോൺടാക്റ്റ് നമ്പേഴ്സിനും അതിനൊരു ചെറിയൊരു പാർട്ടീഷൻ വന്നാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു സ്ക്വയർ സെലക്ട് ചെയ്യുകയാണ്, ഇവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി. ആ സ്ക്വയർ സെലക്ട് ചെയ്തു, അത് അതിൻ്റെ സെൻട്രലായിട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ അതിന് നമുക്കൊരു തിൻ ലെയറായിട്ട് മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ആ ബോക്സ് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ പൊസിഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പൊസിഷൻ, ആ ഇമേജ്, ആ ഒരു ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. എത്ര ചെറുതായിട്ട് വേണമെങ്കിലും നമുക്ക് എങ്ങോട്ടോ റൈറ്റോ ലെഫ്റ്റോ ടോപ്പോ ബോട്ടമോ എങ്ങോട്ടോ വേണമെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ റിലേറ്റീവ് സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വിഡ്ത്ത് മാക്സിമം കുറച്ചിടുക. അതിൻ്റെ ഹൈറ്റ് നമുക്കൊരു ഏകദേശം ഒരു 8% ഒക്കെ മതിയാവും. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്കവിടെ ഫീൽ ചെയ്യും. അത് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അതിന് ഈ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഏറ്റവും താഴെ റൈറ്റ് എൻഡിലുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ മുകളിൽ ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ പോയി. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള കളറോ ഇമേജോ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആ എക്സ്പ്രസ് യുവർ സെൽഫ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ലെയർ ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ കുറച്ച് ഏരിയ ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നല്ലോ. നമുക്ക് അങ്ങോട്ടേക്ക് ഒരു ലെയർ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തൊരു ട്രാൻസ്പെറൻറ്റ് ലെയർ ഉണ്ടല്ലോ, ആ ലെയറിൻ്റെ ഒരു കോപ്പി നമ്മൾ എടുക്കുക. ആ ഒരു സ്ക്വയറായിട്ട് തന്നെ കോപ്പി എടുത്തിട്ട് ആ സെയിം ലെയർ ആ സെയിം ഒപ്പാസിറ്റിയിൽ തന്നെ നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ ഒരു ടെക്സ്ചർ വർക്ക് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കത് അവിടെ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തു. അപ്പോൾ ഏകദേശം ബാക്കിയെല്ലാം ഒക്കെ നമുക്ക് ഓക്കെ എന്ന് തോന്നും. നമ്മളെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക എല്ലായിടത്തും. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ഫീച്ചേർഡ് ഇൻസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞുള്ള ഒരു ടെക്സ്റ്റ് ലെയർ, ആ ലെയറിനൊരു കളർ ചേഞ്ച് കൊടുക്കുക. നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി എല്ലാം ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് ഫയൽ. അതിനുവേണ്ടി നമ്മൾ മുകളിലുള്ള ആ ഒരു ഫയൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ 2 ഓപ്ഷൻസ് കാണിക്കുക. അതിൽ സേവ് ആസ് ഇമേജ് കൊടുത്തതിന് ശേഷം അപ്പോൾ അതിൽ JPEG സെലക്ട് ചെയ്യുക. അതുകൂടാണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി അൾട്ര സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ടു ഗാലറി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഞാൻ ഇതുപോലുള്ള വീഡിയോകളായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും ആ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക.